ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും കുറച്ച് യൂസ്ഫുള്ളായിട്ടുള്ള കിച്ചൺ ടിപ്സുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ 2-3 കിച്ചൺ ടിപ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് പോയി കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു 10 ടിപ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും മാസ്ക് ഇടുന്നവരാണല്ലോ. അപ്പോൾ ഈ സർജിക്കൽ മാസ്ക് ചെറിയ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ ഈ 2 സൈഡ് വശവും, അതായത് കുട്ടികളുടെ ചെവിയുടെ ഭാഗത്ത് വരുന്ന ഈ 2 വശവും അധികവും ഓപ്പണായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് മാസ്ക് നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മാസ്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഈ സർജിക്കൽ മാസ്ക് ആണെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഈ വള്ളിയിൽ നമ്മൾ ഇതുപോലെ ഓരോ കെട്ടിട്ട് കൊടുക്കുക. 2 സൈഡിലും ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കുക. കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ഈ ഉൾവശം വരുന്ന ഭാഗം ഓപ്പൺ ആയിരിക്കും, നമുക്ക് വിരലൊക്കെ ഇടുമ്പോൾ കാണാൻ പറ്റും. കണ്ടല്ലോ, ഈ അടിവശം ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ അടിവശം വരുന്ന ഭാഗം ഉള്ളിലോട്ടേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, ഒന്ന് മടക്കിയെടുക്കുക. 2 വശവും ഇതുപോലെ തന്നെ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ മാസ്ക് ഒന്ന് കണ്ടു നോക്കാം. കണ്ടല്ലോ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് നമ്മൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ചെവിയുടെ ഭാഗം വരുന്ന ഈ 2 വശവും നല്ല ടൈറ്റായിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഇനി കുട്ടികൾക്ക് ഈ സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നാൽ 4 വശവും നല്ല ടൈറ്റായിട്ട് തന്നെ അവർക്ക് മാസ്ക് ധരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇനി ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. മൊബൈൽ ഫോണിൻ്റെ ചാർജർ പലപ്പോഴും നമുക്കൊരു ശല്യമായിട്ട് മാറാറുണ്ട്. കേബിൾ ഇതുപോലെ നീളമുള്ളത് കാരണം ബാഗിലിട്ട് കൊണ്ടുപോകാനായാലും അതുപോലെ വീട്ടിൽ ചാർജ് ചെയ്ത് വെക്കുന്ന ടൈമിലായാലും ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അധികമായിട്ട് വരുന്ന ഈ കേബിൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഈ ചാർജറിൻ്റെ മുകളിൽ തന്നെ ഇത് ഒട്ടിച്ചെടുക്കാനുള്ള ഒരു സ്റ്റിക്ക് ഉണ്ടാവും. അതില്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കേബിൾ വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. കണ്ടല്ലോ, ചാർജർ ഇത്രയും ചെറുതാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന ടൈമിൽ ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം ഒരു മാസ്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഫോൺ വെച്ചിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോൺ വെക്കാനുള്ള സ്പേസും ലാഭമാണ്. അതുപോലെ ഈ കേബിളിന് അഴിക്കേണ്ട ആവശ്യമില്ല. ഈ ചെറിയ ചാർജർ വെച്ചിട്ട് തന്നെ നമുക്ക് ഏതൊരു പ്ലഗിലും ചാർജ് ചെയ്തെടുക്കാം. കാരണം ഫോൺ നമ്മൾ മാസ്കിലാണ് വെക്കുന്നത്, അതുകൊണ്ട് ഫോൺ കേബിൾ നീട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഏതൊരു പ്ലഗിലും നമുക്ക് ചാർജ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത്. എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി മൂന്നാമത്തെ ടിപ്പ് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മൾ കിച്ചനും കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. നമുക്ക് വിചാരിക്കുമ്പോൾ തന്നെ ക്ഷീണമാവും. കാരണം വീണ്ടും കൗണ്ടർ ടോപ്പൊക്കെ വൃത്തികേടാവും, വീണ്ടും ക്ലീൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നൊട്ടും വിഷമിക്കേണ്ട. കൗണ്ടർ ടോപ്പ് വൃത്തികേടാവാതെ തന്നെ എങ്ങനെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാൻ എടുക്കുക. അതായത് നമ്മൾ ചോറിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ തോരന് വേണ്ടിയിട്ടുള്ളതുണ്ടാവും, കറി ഉണ്ടാക്കാനുള്ളതുണ്ടാവും, പിന്നെ സവാള ഉണ്ടാവും. ഇതൊക്കെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാൻ എടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കട്ടിംഗ് ബോക്സ് വെക്കുന്നതിന് അടിയിലായിട്ട് ഒരു പേജ് ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കട്ടിംഗ് ബോക്സ് വെച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ തൊലിയും സീഡൊക്കെ ഉണ്ടാവുമല്ലോ, ഒഴിവാക്കാനുള്ള വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ ന്യൂസ് പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുക.
ഇനി നമ്മൾ വെജിറ്റബിൾസൊക്കെ മാറ്റിയതിന് ശേഷം ഈ ന്യൂസ് പേപ്പർ ഇതുപോലെ തന്നെ ചുരുട്ടിയിട്ട് നമ്മൾ കളയുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പൊക്കെ ഒന്നും ഒട്ടും തന്നെ വൃത്തികേടാവില്ല. കണ്ടല്ലോ, നല്ല ക്ലീനായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. ഇനി 4ാമത്തെ ടിപ്പാണ്. നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണ്. നമ്മൾ പലരും പറയാറുണ്ട് ഗ്യാസ് സിലിണ്ടർ 15 ദിവസമേ എത്തുന്നുള്ളൂ, 20 ദിവസമേ എത്തുന്നുള്ളൂ എന്നൊക്കെ. അതിന് പ്രധാന കാരണം നമ്മുടെ അശ്രദ്ധ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചോറിന് വേണ്ടിയിട്ടുള്ള അരിയും അതുപോലെ കറി വെക്കാൻ പയറുവർഗ്ഗങ്ങളോ പരിപ്പോ എന്തെങ്കിലും നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിന് ഒരു 2 മണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഇതൊന്ന് കുതിർത്തി വെക്കുകയാണെങ്കിൽ അത്രയും സമയം നമുക്ക് ഗ്യാസ് ലാഭിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം കുക്ക് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ വേവേണ്ട അരി അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള സമയത്തെ ഗ്യാസ് ലാഭമാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയും തീർത്തെടുക്കാൻ പറ്റും. കണ്ടല്ലോ, 1.5 മണിക്കൂർ കുതിർത്തിയെടുത്ത അരിയും പരിപ്പുമാണിത്. ഇനി നമ്മളിത് വേവിക്കുന്ന ടൈമിൽ വെള്ളം തിളച്ച് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കുകയാണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ അത്രയും സമയം ഗ്യാസും ലാഭിക്കാം. അപ്പോൾ 15 ദിവസമുള്ള ഗ്യാസ് നമുക്ക് 30 ദിവസം എത്തുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി 5ാമത്തെ ടിപ്പ്, നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കട്ടിംഗ് ബോക്സ് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കാറുണ്ടല്ലോ. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ടിംഗ് ബോക്സ് വെക്കുന്നതിന് മുമ്പ് ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഇതിനടിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കട്ട് ചെയ്യുമ്പോഴും ഈ കട്ടിംഗ് ബോക്സ് ഇതുപോലെ തന്നെ ഇവിടെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. ഇനി കോട്ടൻ്റെ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് 2 or 3 മടക്കാക്കിയിട്ട് ഇതിനടിയിൽ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയായാലും നമുക്ക് ഒട്ടും തന്നെ കട്ടിംഗ് ബോക്സ് നീങ്ങാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 6ാമത്തെ ടിപ്പ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ്. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഉറുമ്പ് ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിലൊക്കെ ഉറുമ്പ് കയറാറുണ്ട് എന്നൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാത്രത്തിൽ, പരന്ന പാത്രത്തിൽ അല്പം വെള്ളം വെച്ചതിന് ശേഷം, പച്ചവെള്ളമാണ്, അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ വളയുണ്ടാവുമല്ലോ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഫുഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പാത്രം വെച്ച് കൊടുക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ പാത്രവും അതുപോലെ ഫുഡിൻ്റെ പാത്രവും തമ്മിൽ മുട്ടി നിൽക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ അതിലൂടെ ഉറുമ്പ് കയറാൻ ചാൻസ് ഉണ്ട്. മുട്ടാതെ വിധത്തിൽ, പരസ്പരം മുട്ടാതെ വിധത്തിൽ വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ വെള്ളം കുറച്ച് പരന്ന ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക. എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാണ്. ഇനി 7ാമത്തെ ടിപ്പ്, നമ്മൾ പല കറികളും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ മുളകിട്ട കറിയൊക്കെ, മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളി കൂടിപ്പോയി അതുപോലെ എരിവ് കൂടിപ്പോയി എന്നൊക്കെയുള്ള പ്രശ്നം വരാറുണ്ട്. അപ്പോൾ എരിവോ പുളിയോ കൂടുകയാണെങ്കിൽ ഇതിലോട്ട് അല്പം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഈ എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതുപോലുള്ള പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എരിവ് കൂടിയെന്ന് വെച്ചിട്ട് പഞ്ചസാര വാരി ഇട്ടേക്കരുത്. 1/2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി ഉപ്പാണ് കൂടിയതെങ്കിൽ നമ്മൾ പച്ച പപ്പായയോ ഇല്ലെങ്കിൽ കുമ്പളങ്ങ ഉണ്ടാവുമല്ലോ, അതോ 2-3 കഷ്ണം അല്പം വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉപ്പും കുറഞ്ഞ് കിട്ടുന്നതാണ്. ഇനി കുമ്പളങ്ങ നമുക്ക് കറിയിലോട്ട് ആവശ്യമില്ലെങ്കിൽ അല്പം വെന്ത് കഴിയുമ്പോൾ അത് നമുക്ക് കറിയിൽ നിന്ന് കോരി മാറ്റിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി 8ാമത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ കൗണ്ടർ ടോപ്പും സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യുന്ന കിച്ചൺ ടവൽ ഉണ്ടാവുമല്ലോ, അത് പെട്ടെന്ന് അഴുക്കാവാറുണ്ട്. സ്റ്റൗവിലുള്ള കരിയും പുകയൊക്കെ തുടച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതിൽ അഴുക്ക് വരാറുണ്ട്. അപ്പോൾ ചിലരിത് കളയും. ചിലരെന്താ ചെയ്യാന്ന് വെച്ചാൽ പുറത്ത് കല്ലിലൊക്കെ കൊണ്ടുപോയിട്ട് അലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ടിപ്പൊന്ന് കണ്ടു നോക്കിക്കോളൂ.
നമ്മൾ സിങ്കിനടുത്ത് കൊണ്ടുപോയിട്ട് ഇത് വെച്ചതിന് ശേഷം 2-3 ഡ്രോപ്പ് ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ 2 വശവും ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൽ നിന്ന് എത്രത്തോളം അഴുക്കിറങ്ങുന്നുണ്ടെന്ന്. ഇതുപോലെ നമ്മൾ 2 ദിവസമൊക്കെ കൂടുമ്പോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം കൂടി ഈ കിച്ചൺ ടവൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം അഴുക്ക് പോയിട്ടുണ്ടെന്ന്. കണ്ടല്ലോ, നന്നായിട്ട് തന്നെ അഴുക്ക് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വാഷിംഗ് മെഷീനിലൊന്നും ഇട്ട് അലക്കിയാലൊന്നും ഈ അഴുക്ക് പോവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് കണ്ടു നോക്കാം. കണ്ടല്ലോ, നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് 9ാമത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ ഫിഷ് കറി തയ്യാറാക്കുമ്പോൾ, മുളകിട്ട ഫിഷ് കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന ടൈമിൽ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും. പലർക്കും അറിയായിരിക്കും, അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അവസാനത്തെ ടിപ്പാണ്. 10ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തോരപ്പരിപ്പ് ചെറുപയറൊക്കെ വറുത്തിട്ടാണ് സൂക്ഷിച്ച് വെക്കുന്നത്. കാരണം പെട്ടെന്ന് ചീത്തയായി പോകുന്നത് കൊണ്ട്. അത് ഞാൻ കഴിഞ്ഞ ടിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കടല, അതുപോലെ വെളുത്ത കടല, ഗ്രീൻ പീസ്, മസൂരി പരിപ്പ് ഇതൊന്നും നമുക്ക് വറുത്തിട്ട് സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രത്തിലോട്ട് 2-3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2-3 മാസം വരെ ഒരു കേടും കൂടാതെ തന്നെ നമുക്ക് ഈ പരിപ്പും കടലയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയാണ് അരിയും. നമ്മൾ ചോറ് വെക്കാനൊക്കെ വേണ്ടി എടുക്കുന്ന അരിയിലും ഇതുപോലെ 2-3 വറ്റൽമുളക് ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം ഒരു കേടും കൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ടിപ്സുകൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. താങ്ക് യു.